നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഭാഗത്ത് ആരുമില്ല. അവനെ കൊണ്ടുവാ. ഭയങ്കര പ്രശ്നമാണ്. എന്റെ കാലം നിലത്ത് കുത്താൻ പറ്റുന്നില്ല. അത് നീ കാലിൽ നിലത്ത് കുത്തുന്നില്ലല്ലോ, നമ്മുടെ തോളിലല്ലേ നീ. അകത്തും കയറ്റി ഇപ്പൊ നമ്മുടെ തോളിലുമായി. ഷൈനി, അനു, അവനെ വേഗം കൊണ്ടുവാ. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. എടാ നിന്നെ, നിനക്ക് കാലിന് ശരിക്കും പ്രശ്നമുണ്ടോ അതോ ഇത് നിന്റെ ആക്ടിംഗ് ആണോ? അയ്യോ അല്ല, ശരിക്കും എന്റെ കാല് വയ്യ. അയ്യോ, നിന്റെ നടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നല്ല കേട്ടോ. ഇത് നിന്റെ ആക്ടിംഗ് ആണെന്ന് തെളിഞ്ഞോ? നിന്നെ ശരിപ്പെടുത്തും കേട്ടോ ഞങ്ങളെല്ലാം. നടക്കങ്ങോട്ട്. സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ എന്തിനാണ് വിഷമിക്കുന്നേ? നീ ഇവിടെ കിടന്ന് സുഖിക്കല്ലേ? അതല്ല, ഈ കോളേജ് സ്റ്റുഡൻസ് ആയ നിങ്ങളെ ഇപ്പൊ എന്റെ ദാസിമാരായല്ലോ, അതാ എന്റെ വിഷമം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞങ്ങളൊക്കെ നിന്റെ ദാസിമാര്? ഞങ്ങളെ നീ ദാസിമാരാക്കിയല്ലേ? എന്നാ നീ ഒറ്റയ്ക്ക് പറ്റോ? ഇവനിപ്പോ വീണേനല്ലോ. നിങ്ങൾ എന്തായി ചെയ്തേ? കാല് വയ്യാത്ത ആളല്ലേ? കാല് വയ്യാന്ന് വെച്ച് എന്ത് തോന്നിയാസം പറയുന്ന? എന്ത് തോന്നിയാസം? ഇവൻ നമ്മളെ ദാസിമാരായിട്ടാ കാണുന്നത്. ഇവനെ താങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളൊരു ഹെൽപ്പ് ചെയ്തപ്പോഴേ ഇവന്റെ ആറ്റിറ്റ്യൂഡ് വേറെയാ. അനു, ഷൈനി, ഇവൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കളാം. അതെ, ക്ഷമിക്ക്. കാല് വയ്യാത്തോണ്ടല്ലേ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. വൃന്ദേ, നീ കൊണ്ടു. എനിക്ക് പറ്റത്തില്ല. എനിക്കും വയ്യ. ശരി, എന്നാലേ ഞാൻ കൊണ്ടുപോയിക്കോളാം. ആരോ പതിയെ നടക്ക. വാ, പതുക്കെ പതുക്കെ. സൂക്ഷിച്ച നോക്കി നോക്കി സൂക്ഷിക്കണേ. പതുക്കെ മതി, പതുക്കെ. വാ ഇങ്ങോട്ട്. ഞാൻ സൂക്ഷിക്ക. അല്ല, നിങ്ങളുടെ പണക്കം മാറിയോ? നിന്നോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല, ഇവള് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടിട്ടാ സഹായിക്കാന്ന് കരുതിയത്. ആരോ ഇവരുടെയൊക്കെ പിണക്കങ്ങളെ ഇത്രേ ഉള്ളൂ. ആരോ അതെ, സംസാരിച്ചോണ്ട് നിൽക്കാതെ ഇവനെ തള്ളി അകത്തോട്ട് കയറ്റിയേ. ആരോ വാ കേറ്. അയ്യോ, അതിനകത്ത് ഞാൻ വീഴും. അതിനകത്ത് പിടിക്കാനൊക്കെ സ്ഥലമുണ്ട്. അതെ, നിങ്ങൾ ആരും ഇവിടുന്ന് പോവല്ലേ. ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് എന്നെ കണ്ടാലേ നിങ്ങളല്ലേ കുഴപ്പത്തിലാവുന്ന. ഞാൻ കാരണം ആരും കുഴപ്പത്തിലാവാൻ പാടില്ലല്ലോ. അതെ, കൂടുതൽ വാചകം അടിക്കാതെ അകത്തോട്ട് കയറി. സൂക്ഷിക്കണേ. നിങ്ങൾ പുറത്തുണ്ടാവും. ഇവനെ കൊണ്ട് നമ്മളെല്ലാം ഗതികേടിലായല്ലോ. പാവം, കാല് വയ്യാത്തോണ്ടല്ലേ. നമ്മള് കാരണല്ലേ അവന് കാല് വയ്യാണ്ടായത്. നിന്റെ ഒടുക്കത്തെ സെന്റിമെന്റ്സാ ഇതിനെല്ലാത്തിനും കാരണം. ഇങ്ങോട്ട് കയറും. അവിടെ പോയിരിക്കെ. ആരോ വാ ഇരിക്ക. പതുക്കെ. ആരോ ഇവന്റെ പ്രശ്നം പരിഹരിച്ചോ? ഇതിവിടെ ശരിയാവൂല. ഇവനെ ബാത്റൂമിൽ കൊണ്ടുപോകാനും കാവല് നിൽക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഇവന് വണ്ടി കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി. അയ്യോ, നിങ്ങൾ എന്നെ കൊല്ലാൻ പ്ലാൻ ഇടാണോ? നിന്നെ വഴിയിൽ ഇറക്കി വിടുന്ന കാര്യമല്ല പറഞ്ഞത്. എന്നെ പോലീസ് പിടിക്കില്ലേ? നിന്നെ പോലീസോ പട്ടാളോ ആരാന്ന് വെച്ചാ പിടിക്കട്ടെ. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ കാരണമല്ലേ എന്നെ കാല് വയ്യാതായത്. കാലിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. അത് പറയാൻ നീ എന്താ ഡോക്ടറാണോ?
ഒരു ഡോക്ടറെ കണ്ടാലേ ശരിക്കും എന്റെ കാലിന് എന്താ പറ്റിയെന്ന് അറിയാൻ പറ്റൂ. അയ്യോ. ഡോക്ടറെ കാണാൻ പോയാലൊന്നും പറ്റില്ല. ഏ? അത് റിസ്ക് ആണ് ആരവ്. ഈ അവസ്ഥയിൽ നിന്നെ പുറത്തു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഊഫ്, നല്ല വേദനയുണ്ട്. ഡോക്ടറെ കാണിക്കാതിരുന്നും എന്റെ കാല് പഴുത്ത് മുറിച്ചു കളയേണ്ടി വന്നാലോ? പറ. ഒരു ചെറിയ വേദനയൊക്കെ നീ അങ്ങ് സഹിക്ക്. ഹോസ്പിറ്റലിൽ പോകുന്നു നടക്കില്ല മോനെ. അയ്യോ. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലേ നിന്റെ കൂടെ ഞങ്ങളും ജയിലിൽ പോകേണ്ടി വരും. ഹോസ്പിറ്റൽ ഡോക്ടർ ഈ വാക്ക് നീ മിണ്ടി പോരുത്. അയ്യോ, എന്റെ കാല്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല, ഡോക്ടറെ കാണാനും പറ്റില്ല. ആരവ്, അയ്യോ. നിനക്ക് നല്ല വേദന ഉണ്ടോ? കാലൊന്നും നിലത്തു തമ്മിലും പറ്റുന്നില്ല. അയ്യോ, എന്റെ കാല്. എനിക്ക് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഞാൻ വികലാംഗനായി പോവും. അയ്യോ. നീ കരയാതെ. ആരെങ്കിലും കേട്ടാ നിനക്കും ഞങ്ങൾക്കും പ്രശ്നമാ. വേദന എടുത്ത പിന്നെ കരയാതെ എന്താ ചെയ്യുന്നത്? നിങ്ങളാരും കരയാറില്ലേ? എന്റെ അമ്മ, എന്റെ കാല്. ഇതൊരു കുഴപ്പമായല്ലോ. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ അവനെ അടിച്ചിട്ടത്. ഇവനിപ്പോ എന്ത് ചെയ്യും? വല്ല പ്ലാസ്റ്ററും കുത്തി കയറ്റിയാലോ? അയ്യോ. വേണ്ട, ചത്തു. ഇവന്റെ കള്ളക്കരച്ചിലല്ലേ? ആരവ്, പാവം നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എങ്ങനെ കൊണ്ടുപോനാ? എല്ലാവരും കാണില്ലേ? പിന്നെ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാല്. ഇവൻ ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചാലേ എല്ലാവരും അറിയും. നമുക്ക് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇപ്പൊ തന്നെ കൊണ്ടുപോനെ എന്റെ കാല്. ഒന്നും മിണ്ടാതിരിക്കാറ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കട്ടെ. ഒന്ന് പെട്ടെന്ന് നോക്ക്. എന്റെ കാല്. ഗേറ്റ് തുറന്നു കിടക്കുക. ഇപ്പൊ ഇവിടെ എങ്ങും ആരുമില്ല. ഇതാണ് ആരവിനെ കൊണ്ടുപോകാൻ പറ്റിയ സമയം. റീനാമ്മ ഏത് സമയത്തും എവിടെയും വരാം. പട്ടാ പകൽ ആരവനെ പുറത്തു കൊണ്ടുപോകണമെങ്കിലേ നമ്മള് റീനാമ്മയുടെ കണ്ണ് കെട്ടേണ്ടി വരും. നമുക്കേ അനുവിനെ കൊണ്ട് അവരെ കണ്ണ് കെട്ടിച്ചാലോ? എന്തിന്? അവൾക്ക് ഈ കൺകെട്ട് വിദ്യയൊക്കെ അറിയല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. റീനാമ്മ കാണാതെ പോകുന്ന കാര്യമാ. ഓ അങ്ങനെ. ഇവരെന്താ ഇവിടെ? അമ്പടിച്ച് നമ്മളെ തന്നെ നോക്കുന്നു. അവർക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ഒന്ന് മിണ്ടാതെ നിൽക്കുവോ? അങ്ങനെയൊന്നും പറയാതെ. നിങ്ങൾ എന്തിനാ ഇവിടെ ചുറ്റിത്തിരിയുന്നേ? അല്ല, ഗേറ്റ് തുറന്നു കിടക്കുന്നോണ്ട് വന്നതാ. ഗേറ്റ് തുറന്നിട്ട് കള്ളന്മാര് കയറൂലേ? റീന മാഡം പുറത്തു പോകുന്നുണ്ട്, വണ്ടി വിടാൻ വേണ്ടി തുറന്നതാ. ഓ, റീനമ്മ പുറത്തു പോവാല്ലേ? ഇനി എന്താ അറിയേണ്ടത്? ഒന്നും അറിയണ്ടേ ചേച്ചി. പോട്ടെ. വാ വാ. പിള്ളേർക്കെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്തായി? ഇവനെ പുറത്തു കൊണ്ടുപോവാൻ ഇപ്പൊ ഒരു സാഹചര്യമുണ്ട്. റീനമ്മ, അവര് പുറത്തേക്ക് പോകാൻ റെഡിയാവാ. റീനാമ്മ പുറത്തു പോയാ നമുക്കിവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം ഈസിയാ. എന്റെ കാലിപ്പോഴും നല്ല വേദനയാ. നിന്റെ വേദനയെ പറ്റി കൂടെ കൂടി ഇങ്ങനെ പറയണ്ട. ഞങ്ങൾക്കും അറിയാം വേദന ഉണ്ടെന്ന്. നിങ്ങള് തീരുമാനം മാറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണം. അല്ല, നിങ്ങൾ എന്നെ ഏത് ഹോസ്പിറ്റലിലാ കൊണ്ടുപോകുന്നേ? ഹോസ്പിറ്റൽ ഏതെന്ന് അറിഞ്ഞാലേ നീ വരുവുള്ളൂ. അല്ല, നല്ല ഡോക്ടർമാരും നേഴ്സുമാരാണെന്ന് അറിയാൻ വേണ്ടി